ഇസത്ത് ചേരുന്നുണ്ട്. ഇസത്ത്, ആലപ്പുഴയെ സംബന്ധിച്ച് ഇപ്പം BJP നേരത്തെ മുന്നേറ്റമുണ്ടാക്കും എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തൽ നേരത്തെ പ്രചാരണ സമയത്ത് പോലും ഉണ്ടായിരുന്നു. അത് ആ രീതിയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ UDF-ന് വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. LDF-നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലേക്ക് മാത്രമാണ് അവർക്കത് നിലനിർത്താൻ സാധിച്ചത്. മറ്റുള്ള ഇടങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഇടതുപക്ഷത്തിനോടൊന്നും ചേർന്ന് നിൽക്കുന്ന മണ്ണാണ് ആലപ്പുഴയുടേത്. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ചരിത്രം തന്നെ ഉറങ്ങുന്ന ഒരു മണ്ണാണ് ആലപ്പുഴയിൽ. ആ ആലപ്പുഴയിൽ ഈ തവണ UDF കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, പ്രധാനമായിട്ടും നഗരസഭകളിൽ. കഴിഞ്ഞ കൊല്ലം, അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3-3 നഗരസഭകളിലെ കണക്ക്. അതായത് 3 LDF-നും 3 UDF-നും. പക്ഷേ ഈ കൊല്ലം വ്യക്തമായ ആധിപത്യം തന്നെ നഗരസഭകളിൽ UDF നേടുന്നുണ്ട്. പ്രധാനമായും 5 സ്ഥലങ്ങളിലാണ് UDF തന്റെ ഭൂരിപക്ഷം നഗരസഭകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും എടുത്തു പറയേണ്ടത് കൈനഗിരി പോലുള്ള ഒരു പഞ്ചായത്തിൽ ഇതുവരെ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ UDF കൈനഗിരി പഞ്ചായത്ത് നേടിയെടുക്കുകയാണ്. 40 കൊല്ലങ്ങൾക്ക് ഇപ്പുറമാണ് UDF കൈനഗിരി പഞ്ചായത്തിൽ ആധിപത്യം നൽകുന്നത്. മാത്രമല്ല, രാമങ്കിരി പഞ്ചായത്ത് ഇത്തവണ ഏറ്റവും കൂടുതൽ വിവാദമായതും അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ് രാമങ്കിരി പഞ്ചായത്ത്. ഈ രാമങ്കിരി പഞ്ചായത്തിൽ CPI-CPM തർക്കം രൂക്ഷമായി നിലനിന്നിരുന്നൊരു സ്ഥലം. അവിടെയാണ് ഇരു മുന്നണികളും പരസ്പരം തന്നെ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൽ നിന്നും ഏറ്റവും നമുക്ക് വരച്ചു കാട്ടുന്ന ഒരു തദ്ദേശ ചിത്രം എന്ന് പറഞ്ഞാൽ UDF അവിടെ വ്യക്തമായ ആധിപത്യം നിലനിർത്തി എന്ന ഒരു ചിത്രമാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് NDAയുടെ വളർച്ചയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ NDAയുടെ ഒരു വളർച്ച ഇവിടെ പറഞ്ഞിരുന്നു. കാരണം പല മണ്ഡലങ്ങളിലും, പല നിയമസഭാ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലും വ്യക്തമായ ഭൂരിപക്ഷം NDA അവിടെ നേടിയിരുന്നു. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പല ഗ്രാമപഞ്ചായത്തുകളിലും കൃത്യമായ ആധിപത്യം NDA അവിടെ നേടിയെടുക്കുകയാണ്. 5 ഗ്രാമപഞ്ചായത്തുകളിൽ NDA വ്യക്തമായ ഭൂരിപക്ഷം നിലനിർത്തുകയും മാത്രമല്ല, നഗരസഭകളിലേക്ക് വരുമ്പോൾ നഗരസഭകളിൽ 3 നഗരസഭകളിൽ രണ്ടാം സ്ഥാനത്തെ കക്ഷിയായി NDA മാറുകയാണ്.